ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? IT രംഗത്ത് ഗ്ലോബൽ ബ്രാൻഡായി മാറുന്ന കൊച്ചി. മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. കേരളത്തിൽ വരാനിരിക്കുന്ന IT വിപ്ലവത്തിന്റെ സൂചനയാണ് ലുലു ഗ്രൂപ്പിന്റെ ഇരട്ട IT ടവറുകൾ. ഉദ്ഘാടനത്തിന് മുന്നേ കമ്പനികളിൽ നിന്ന് അന്വേഷണങ്ങൾ എത്തുന്നത് ശുഭ സൂചനയാണ്. അതെ, കൊച്ചി ഇനി പഴയ കൊച്ചിയാവില്ല. മാറുകയാണ് കൊച്ചി. രാജ്യത്തെ IT രംഗത്ത് വളർന്നുവരുന്ന രണ്ടാം നിര നഗരങ്ങളിൽ മുന്നിലാണ് കൊച്ചി. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളുടെ കണക്കിലും കൊച്ചിയും തിരുവനന്തപുരവുമാണ് മുന്നിൽ. രാജ്യത്ത് തന്നെ IT-യിൽ ടാലന്റുള്ള ചെറുപ്പക്കാരുടെ മേഖല, ചെലവ് കുറഞ്ഞ നഗരം, മാനേജ്മെന്റ് ചെലവും ജീവിത ചെലവും വാടകയും കുറവ്. അതായത് ബാംഗ്ലൂരിനേക്കാൾ പകുതി മാത്രം. The talent pool in and around Kochi is very good for the IT sector because ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് മലയാളി കുട്ടികളാണ്. അപ്പോൾ അവർക്കൊന്നും ടാലൻറ്റ് കിട്ടാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട് കൊച്ചിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ IBM തന്നെ ദേ ആർ ഗെറ്റിംഗ് ഇനഫ് ടാലൻസ് ചെയ്യും. പിന്നെ ഒന്ന് ഒരു കൊച്ചിയിലെ ഒരു ഫാമിലി ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തൊരു IT-യിൽ ഒരാൾ ജോലി വരിക എന്ന് പറഞ്ഞാൽ ഈസ് കമ്മിങ് അപ്പ്, ഹോപ്പ്ഫുള്ളി കമ്മിങ് അപ്പ് വിത്ത് ദ ഫാമിലി. അവർക്ക് വേണ്ട നല്ല ഷോപ്പിംഗ് മോൾസ് ഉണ്ട്, നല്ല 5-star ഹോട്ടൽസ് ഉണ്ട്, പിന്നെ മെട്രോ കണക്ടിവിറ്റി ഈസ് ഗോയിങ് ടു കം. ഇന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് വിതിൻ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് മെട്രോ കണക്ടിവിറ്റി വരുന്നു. വാട്ടർ മെട്രോ കണക്ടിവിറ്റി ഓൾറെഡി ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റാഫ് അട്രീഷൻ ഇൻ കൊച്ചി ഈസ് മച്ച് ലെസ് ദാൻ ഇൻ ബാംഗ്ലൂർ. രാജ്യത്തെ IT വരുമാനത്തിൽ മുൻപന്തിയിലാണ് കർണാടക. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. 7ാം സ്ഥാനത്ത് മാത്രമാണ് കേരളം. എന്നാൽ പുതിയ കമ്പനികൾ തിരഞ്ഞെടുക്കുന്നത് കൊച്ചിയാണ്. ബാംഗ്ലൂരിലെ ട്രാഫിക്കാണ് ഏറ്റവും ശല്യം. താങ്ങുന്നതിനപ്പുറമായി അവിടെ IT വികസനം, ഉയർന്ന ജീവിത ചെലവ്, കുടിവെള്ളക്ഷാമം, കന്നഡവാദം ഇവയൊക്കെ തിരിച്ചടിയാവുകയാണ്. ഇത്ര പ്രശ്നങ്ങളില്ല എന്നതാണ് കൊച്ചിയുടെ ഗുണം. മാത്രമല്ല, കർണാടകത്തിലാണെങ്കിൽ ബാംഗ്ലൂരിനെ ചുറ്റിപ്പറ്റിയാണ് വികസനം. കേരളത്തിൽ 14 ജില്ലകളിലും IT പദ്ധതികളുണ്ട്. ഇൻഫോ പാർക്കിനും അനുബന്ധ IT സ്ഥാപനങ്ങൾക്കും ശേഷം കൊച്ചിയിലെ ഏറ്റവും വലിയ IT സംരംഭമാണ് ലുലുവിന്റെ ഇരട്ട IT ടവർ. ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ 4 ബഹുരാഷ്ട്ര കമ്പനികൾ ഇവിടെ പ്രവർത്തന സജ്ജരായി. വേറെയും 5 ബഹുരാഷ്ട്ര കമ്പനികൾ ചർച്ച നടത്തുന്നു. ഡൈനാമിക്, EXL, OPI, സെല്ലിസ് എന്നീ കമ്പനികളാണ് ഉടനെ തുടങ്ങുന്നത്. 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഇവർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. 2500 പേർക്ക് തൊഴിൽ ലഭിക്കും. 30 നിലകൾ വീതമുള്ള IT ടവറുകളിൽ 25 ലക്ഷം ചതുരശ്ര അടിയാണ് കമ്പനികൾക്ക് വാടകയ്ക്ക് കിട്ടുക. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലുത്. IT ഭീമനായ IBM-ന്റെ AI വിഭാഗം കൊച്ചിയിൽ വൻ വിജയം കൈവരിച്ചതോടെ മറ്റു ബഹുരാഷ്ട്ര കമ്പനികളും കൊച്ചിയെ നോട്ടമിട്ടു തുടങ്ങി. റോഡ്, വിമാന ഗതാഗതം, മുന്തിയ 5-star ഹോട്ടലുകൾ, വാട്ടർ മെട്രോ, വികസിക്കുന്ന മെട്രോ ഗതാഗതം എന്നിവയും കൊച്ചിയുടെ ആകർഷണ ഘടകങ്ങളാണ്. കൊച്ചിയോടൊപ്പം IT വികസനത്തിൽ കുതിക്കുന്ന തിരുവനന്തപുരവും ചേർന്നാൽ കേരളത്തിന്റെ IT ഭാവി പ്രതീക്ഷയുള്ളതാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവുണ്ടായതോടെ സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. അമേരിക്കൻ ഡോളർ ഇടിഞ്ഞിട്ടും രാജ്യാന്തര സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നുവെന്നതാണ് ശ്രദ്ധേയം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഒരാഴ്ചക്കിടെ 2000 രൂപയുടെ കുറവ്. US-ലെ ട്രഷറി നിക്ഷേപങ്ങളിലെ നേട്ടം കുറഞ്ഞതും സ്വർണത്തിന്റെ വില ഉയർത്തിയില്ല. 2025-ന്റെ ആദ്യ പാദത്തെ GDP കണക്കുകൾ അനുസരിച്ച് US സമ്പദ് വ്യവസ്ഥ മുമ്പ് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ ചുരുങ്ങി. രാജ്യാന്തര വില ഔൺസിന് $40 ഇടിഞ്ഞ് $3292 താഴെയെത്തി. ഏറെ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വില $3300 താഴെയാകുന്നത്. അടുത്തയാഴ്ചയിലെ സ്വർണ്ണവിലയിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് വിപണി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. 24 ക്യാരറ്റ് സ്വർണത്തിന്റെ പ്രവചിക്കപ്പെട്ട നിരക്ക് ഗ്രാമിന് 7395 രൂപയാണ്. 0.027% നേരിയ മാറ്റം. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ നിരക്ക് ഗ്രാമിന് 6830 രൂപയായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു.
24 ക്യാരറ്റിന്റെ ഗ്രാമിനുള്ള നിരക്ക് 7395 രൂപയ്ക്കും 7021 രൂപയ്ക്കും ഇടയിൽ വ്യത്യാസപ്പെടുമെന്ന് കണക്കാക്കപ്പെടുന്നു. 2025 അവസാനത്തോടെ 2 തവണ അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന സൂചന സ്വർണത്തിന് നേട്ടമാണെങ്കിലും നിക്ഷേപകർ നേരത്തെ തന്നെ ഇതനുസരിച്ച് നിക്ഷേപം നടത്തിയതായാണ് കണക്കുകൾ കാണിക്കുന്നത്. അടുത്ത വർഷം ആദ്യം ജെറോം പവലിന് പകരക്കാരനായി പുതിയ ഫെഡറൽ റിസർവ് ചെയർമാനെ തെരഞ്ഞെടുത്തേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ട്രംപിന്റെ ഈ നീക്കം നിക്ഷേപകരെ ആശയക്കുഴപ്പത്തിലാക്കും. അത് സ്വർണ്ണ വിപണിയിൽ പ്രതിഫലിക്കും. കാർഷിക വിപണിയിൽ അടുത്ത വാരം. ഉത്സവകാല ഡിമാൻഡ് മുന്നിൽ കണ്ട് വ്യവസായികൾ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിക്ക് ഒരുങ്ങുന്നു. ഓണവേളയിൽ വിദേശ പാചക എണ്ണ വരവ് കേരളത്തിന് ആശ്വാസം പകരും. കനത്ത മഴയിൽ കുരുമുളക് വള്ളികളിൽ നിന്നും തിരികൾ അടർന്നു വീണു. അടുത്ത സീസണിൽ നാടൻ മുളകിനുള്ള ക്ഷാമം വർദ്ധിക്കും. റബ്ബർ ഡബിൾ സെഞ്ചുറിയുടെ മികവിൽ കൂടുതൽ ആകർഷകമായ വിലയെ കാർഷിക മേഖല ഉറ്റുനോക്കുന്നു. പശ്ചിമേഷ്യ ശാന്തമാകുമെന്ന സൂചന നിക്ഷേപകരെ സ്വർണത്തിൽ ലാഭമെടുപ്പിന് പ്രേരിപ്പിച്ചു. ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ലോബി വൻ ആവേശത്തിലാണ്. ഉത്സവകാല ഡിമാൻഡ് മുന്നിൽ കണ്ട് മുന്നിലുള്ള 4 മാസങ്ങളിലേക്കായി ടൺ കണക്കിന് പാചക എണ്ണ ഇറക്കുമതിക്ക് കരാർ ഉറപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ഭക്ഷ്യ എണ്ണ ഇറക്കുമതി നികുതി കുത്തനെ ഉയർത്തിയതിന്റെ ഫലമായി ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പാം ഓയിൽ വരവിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അതേസമയം വിലക്കയറ്റം മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഉപഭോഗ മേഖല നീങ്ങി. കഴിഞ്ഞ മാസം ഇറക്കുമതി നികുതിയിൽ വരുത്തിയ ഇളവുകൾ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വിദേശ എണ്ണ പ്രവാഹത്തിന് അവസരമൊരുക്കും. ഓണം മുതൽ ദീപാവലി, മഹാനവമി ആഘോഷങ്ങൾ വരെ നീളുന്ന ഉത്സവവേളയിലെ ബമ്പർ വിൽപ്പന മുന്നിൽ കണ്ട് കനത്ത തോതിൽ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിക്ക് കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. പാം ഓയിൽ, സോയ, സൂര്യകാന്തി എണ്ണകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടക്കുക. ബെല്ലും ബ്രേക്കും ഇല്ലാതെ പായുകയാണ് വെളിച്ചെണ്ണ വിപണി. ഈ മാസം ഇതിനകം ക്വിന്റലിന് 7000 രൂപയോളമാണ് വില വർധന ഉയർന്നത്. കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തിൽ 15000 രൂപ മാത്രമായിരുന്ന വെളിച്ചെണ്ണ നിലവിൽ 37400 രൂപയിലെത്തി. മഴ കനത്തതോടെ പല തോട്ടങ്ങളിലും കുരുമുളക് വള്ളിയിൽ നിന്നും വ്യാപകമായി തിരികൾ അടർന്നു വീഴുന്നു. പ്രതികൂല കാലാവസ്ഥ ഇത്തരത്തിൽ തുടർന്നാൽ സീസണിൽ വിളവെടുപ്പിന് ചരക്ക് കുറയുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം കർഷകർ. ഇതിനിടയിൽ ഉത്സവകാല ആവശ്യങ്ങൾക്ക് വേണ്ട മുളക് സംഭരണത്തിന് അന്തർ സംസ്ഥാന വാങ്ങലുകാർ രംഗത്തെത്തി തുടങ്ങി. കാത്തുനിന്നാൽ നിരക്ക് കുതിച്ചു കയറുമോ എന്ന ഭീതിയും വാങ്ങലുകാരിലുണ്ട്. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില 682 രൂപ. ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളിൽ വിളവെടുപ്പിന് തുടക്കം കുറിച്ചെങ്കിലും വിളവ് പ്രതീക്ഷിക്കാത്ത ഉയരിൽ നിന്ന് ഒരു വിഭാഗം ഉൽപാദകർ. തൊട്ടു മുൻവർഷം കടുത്ത വേനൽ തോട്ടമേഖലയിൽ പ്രതിസന്ധി ഉളവാക്കിയെങ്കിൽ ഇത്തവണ ശക്തമായ മഴ തിരിച്ചടിയായി. പല ഭാഗങ്ങളിലും ശരങ്ങൾ കടപുഴകി വീണത് കനത്ത സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്ക് വരുത്തുന്നത്. ഒരു മാസ കാലയളവിൽ ഏകദേശം 500 ഹെക്ടറിൽ ഏലം കൃഷിക്ക് നാശം സംഭവിച്ചതായി കണക്കാക്കുന്നു. ഏതാണ്ട് 3000-ഓളം കർഷകർക്കാണ് വിളനാശം മൂലം നഷ്ടം സംഭവിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ വില കിലോ 200 രൂപയ്ക്ക് മുകളിൽ ഇടപാടുകൾ നടന്നു. കാലവർഷത്തിന്റെ തുടക്കം മുതൽ ഇത് കാർഷിക മേഖല ഉറ്റുനോക്കുകയായിരുന്നു. അതേസമയം കൂടിയ വിലയ്ക്ക് ഷീറ്റ് സംഭരിക്കാൻ ടയർ കമ്പനികൾ പല അവസരത്തിലും ഉത്സാഹം കാണിച്ചില്ല. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഇലക്ട്രിക് വാഹന വിപണി കീഴടക്കാൻ കിയ മോട്ടോഴ്സ്. കാരൻസ് ക്ലാവിസ് EV ഉടൻ വിപണിയിലെത്തും. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ അടുത്തിടെയാണ് കാരൻസിന്റെ പുതിയ മോഡലായ ക്ലാവിസിനെ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിച്ചത്. വില കുറഞ്ഞതും കൂടുതൽ ഫീച്ചറുകളുമുള്ള ഈ MPV വാഹനം വളരെ വേഗം വിപണിയിൽ ശ്രദ്ധ നേടി. അതിനിടയിൽ കിയ കാരൻസ് ക്ലാവിസിന്റെ EV വകഭേദവും പുറത്തിറക്കാനൊരുങ്ങുകയാണ് കമ്പനി. ജൂലൈ 15-ന് ക്ലാവിൻസ് EV വിപണിയിലേക്കെത്തും. ക്ലാവിസ് EVയെ ഏറെ പ്രതീക്ഷയോടെയാണ് വാഹനലോകം നോക്കിക്കാണുന്നത്. ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ അതേ ബാറ്ററി പാക്കുകളാകും ക്ലാവിസ് EVയുടെ കരുത്ത്. 42 kWh, 51.4 kWh എന്നീ 2 ബാറ്ററി ഓപ്ഷനുകളിൽ വാഹനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആദ്യ ബാറ്ററിയായ 42 kWh 390 കിലോമീറ്ററും രണ്ടാമത്തെ 51.4 kWh ബാറ്ററി 473 കിലോമീറ്റർ വരെയും സഞ്ചരിക്കാൻ സാധിക്കും. കാരൻസിന്റെ ക്ലാവിസ് മോഡലിൽ നിന്നും വലിയ മാറ്റങ്ങൾ വരുത്താതെയാകും ക്ലാവിസ് EV വിപണിയിലെത്തുന്നത്. LED 3-പോർട്ട് ഹെഡ്ലൈറ്റ്, LED DRLകൾ എന്നിവ കൂടാതെ ഒരു ഓഫ് ഗ്രിൽ ഡിസൈനും മുൻവശത്തെ മാറ്റങ്ങളാണ്. ഉൾവശത്ത് കിയ സെൽറ്റോസിൽ ഉപയോഗിച്ച 22.62 ഇഞ്ചിന്റെ ഒരു ഡ്യുവൽ സ്ക്രീനും ക്ലാവിൻസ് EVയിൽ പ്രതീക്ഷിക്കാം. 10
10.25 ഇഞ്ചിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് പാനൽ കൂടാതെ 10.25 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് ഡിസ്പ്ലേയും ഉണ്ടാകും. ഏകദേശം 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാകും ക്ലാവിസ് ഇവിയുടെ എക്സ് ഷോറൂം വിലയായി പ്രതീക്ഷിക്കുന്നത്. ടാറ്റ ഹാരിയർ ഇവി, ഹ്യുണ്ടായി ക്രെറ്റ ഇവി തുടങ്ങിയ വാഹനങ്ങളാകും ക്ലാവിസ് ഇവിയുടെ മുഖ്യ എതിരാളികൾ. വിനോദവാരം. അച്ഛനെ പോലെ തമിഴകം കീഴടക്കാൻ മകനും. വിജയ് സേതുപതിയുടെ മകൻ സൂര്യ നായകനാകുന്ന ആക്ഷൻ ചിത്രം ഫീനിക്സ് പ്രദർശനത്തിനെത്തുന്നു. തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് സേതുപതിയുടെ മകൻ സൂര്യ സേതുപതി ആദ്യമായി നായകനാകുന്ന ചിത്രം പ്രദർശനത്തിനെത്തുന്നു. ഫീനിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ജൂലൈ 4 തിയേറ്ററുകളിലെത്തും. പ്രശസ്ത ആക്ഷൻ കൊറിയോഗ്രാഫർ അനൽ അരശാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. തീവ്രമായ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായ ചിത്രം AK ബ്രൈമാൻ പിക്ചേഴ്സാണ് അവതരിപ്പിക്കുന്നത്. സൂര്യ സേതുപതിയുടെ ആദ്യ നായകവേഷമാണെങ്കിലും ഇതിനു മുന്നേ ഞാനും റൌഡിതാൻ, സിന്ധൂബ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സാം CS ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ഇനി പ്രധാന ഇവന്റുകൾ. നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കായി സൗജന്യ സംരംഭകത്വ പരിശീലനം. ജൂലൈ 15 മുതൽ 17 വരെ കളമശ്ശേരിയിലെ KIEDC ക്യാമ്പസിലാണ് പരിശീലനം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ബൂട്ട് ക്യാമ്പ് ജൂലൈ 5 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ക്യാമ്പസിൽ. ചിരാട്ടെ വെഞ്ചേഴ്സ് MD രഞ്ജിത്ത് മേനോനാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.